കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. ഇന്ന് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് മൊബൈൽ ഫോണുകൾ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത രീതിയിലുള്ള മൊബൈൽ ഫോണിന്റെ മോഡലുകളും ഇന്ന് വിപണിയിൽ ലഭിക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെ മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കാരണം അത്രയധികം മൊബൈൽ കമ്പനികളും മൊബൈൽ മോഡലുകളും ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. ഇത്ര സുലഭമായിട്ട് ഇന്ന് മൊബൈൽ ഫോൺ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ മൊബൈൽ ഫോണിന്റെ തുടക്കത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നാണ് ഈ മൊബൈൽ ഫോൺ ആദ്യമായി വിപണിയിൽ വന്നത്? ആരാണ് മൊബൈൽ ഫോൺ നിർമ്മിച്ചത്? അതിന്റെ വില എന്തായിരുന്നു? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ആരാണ് ആദ്യമായി മൊബൈൽ ഫോൺ നിർമ്മിച്ചത്? ആദ്യത്തെ സെല്ലുലർ ഫോൺ ആരാണ് നിർമ്മിച്ചത്? അയാളുടെ പേരാണ് മാർട്ടിൻ കൂപ്പർ. മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി മൊബൈൽ ഫോൺ നിർമ്മിച്ചത്. ഏത് കമ്പനിക്ക് വേണ്ടിയാണ് മൊബൈൽ ഫോൺ നിർമ്മിച്ചത്? ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. മോട്ടറോള എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയാണ് മാർട്ടിൻ കൂപ്പർ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ നിർമ്മിക്കുന്നത്. ഇനി ഏത് വർഷമാണ് ഈ മൊബൈൽ ഫോൺ നിർമ്മിക്കപ്പെട്ടത്? 1973 ആദ്യത്തെ മൊബൈൽ ഫോൺ മാർട്ടിൻ കൂപ്പർ നിർമ്മിക്കുന്നത്. ഈ മൊബൈൽ ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു ഇതിന്റെ വെയിറ്റ്. 2 കിലോഗ്രാമിനോട് അടുത്ത് ഈ മൊബൈൽ ഫോണിന് വെയിറ്റ് ഉണ്ടായിരുന്നു. വളരെ വലിയ സൈസിലുള്ള ഒരു മൊബൈൽ ഫോൺ ആയിരുന്നു ഇത് നമുക്ക് കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്നുണ്ടാക്കിയ ആ മൊബൈൽ ഫോണിന്റെ പേരാണ് ഡൈനാടാക്. ഡൈനാ TAC എന്നായിരുന്നു ആ മൊബൈൽ ഫോണിന്റെ പേര്. ഈ മൊബൈൽ ഫോണിന്റെ വെയിറ്റും സൈസും കാരണം ഈ മൊബൈൽ ഫോൺ വിപണിയിലെത്തിയില്ല. ഇത് മാർട്ടിൻ കൂപ്പർ ഉണ്ടാക്കി, മാർട്ടിൻ കൂപ്പർ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. എന്നാൽ 1983 ഇതേ ഫോണിന് രൂപമാറ്റം വരുത്തി 1973 ഉണ്ടാക്കിയ ഫോണിന്റെ കുറവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാ വ്യക്തികൾക്കും കയ്യിൽ കൊണ്ടു നടന്ന് സംസാരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ ഫോണിനെ മാറ്റിയെടുത്തു. അങ്ങനെ ലോകത്താദ്യമായി കൊമേഴ്സ്യലായിട്ട് ഡൈനാടാക് 8000X എന്ന് പറയുന്ന മൊബൈൽ ലോഞ്ച് ചെയ്തു. ഇതാണ് ആദ്യമായി പബ്ലിക്കിനു വേണ്ടി ലോഞ്ച് ചെയ്ത മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളുടെയും തുടക്കം. അന്ന് ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് എല്ലാ വ്യക്തികൾക്കും ഇത് ഉപയോഗിക്കാൻ ലഭിച്ചിരുന്നില്ല. കാരണം അന്ന് ഈ ഫോണിന്റെ വില $3995 ആയിരുന്നു. അതായത് ഇന്നത്തെ ഇന്ത്യൻ മണിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 6.5 ലക്ഷം രൂപയിൽ മുകളിലായിരുന്നു ആ ഫോണിന്റെ വില. പിന്നീട് മോട്ടറോളയുടെ തന്നെ പല മൊബൈൽ മോഡലുകൾ വിപണിയിലെത്തി. അതിനുശേഷം എറിക്സൺ, നോക്കിയ, സാംസങ്, ആപ്പിൾ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ മൊബൈൽ വിപണിയെ അടക്കി ഭരിച്ചു. ഇങ്ങനെ മൊബൈൽ വിപണിയിൽ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് ഈ രംഗത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. മറ്റു കമ്പനികൾ കോടിക്കണക്കിന് രൂപ മുടക്കി പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ആശയങ്ങളും കൊണ്ടുവന്നത് മൊബൈൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. എന്തായാലും മൊബൈൽ ഫോണുകൾ മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഈ മൊബൈൽ ഫോൺ നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഏറ്റവും വിലപ്പെട്ട സമയത്തിന്റെ നല്ല ഒരു പങ്കും ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ മൊബൈൽ ഫോണിനുള്ളിൽ തന്നെ അവരുടെ ജീവിതം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മൊബൈലിന് വെളിയിലേക്ക് വന്ന് മൊബൈലിന് പുറത്തുള്ള ആ സുന്ദരമായ ലോകത്തെ കാണാനൂടെ നമ്മൾ ശ്രമിക്കണം. ഓരോ ദിവസത്തിന്റെയും നല്ലൊരു ഭാഗം നിങ്ങൾ മൊബൈലിലാണ് ചിലവഴിക്കുന്നതെങ്കിൽ ആ മൊബൈലിൽ നിന്ന് നിങ്ങളൊന്ന് വെളിയിലേക്ക് വരിക. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ വിവരം അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ടുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായിട്ടുള്ള ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തിയേക്കുക. അതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.